സാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമാം അത്ഭുതങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമാം അത്യത്ഭുതങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും എല്ലും കൊല്ലുകയില്ലായിനി. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും എല്ലും കൊല്ലുകയില്ലായിനി. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനം എന്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനം എന്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. ഓ സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധാന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. സാധാന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ബുദ്ധിക്കതീതമ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ഓ സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമാം അത്യത്ഭുതങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമാം അത്യത്ഭുതങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു. ആമേൻ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. ഓ സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധാന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. സാധാന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ബുദ്ധിക്കതീതമ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. ഓ സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. ഓ സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. ഓ സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി
ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു പാടണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാകാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ എഴുന്നള്ളും യേശു രാജാവാൻ കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാകാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടത്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടത്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. ഓ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം വൃദ്ധമായി തീർന്നിടുമേ. അടഞ്ഞിടുവാത് തുറന്നിടുവാത്, അടഞ്ഞവയെല്ലാം ഒരുതും മശിഹാരാജൻ നമുക്ക്. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടുവാത് അടഞ്ഞവയെല്ലാം ഒരുതും മശിഹാരാജൻ നമുക്ക്. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ 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 യേശുവേ. രാജാവേ 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 രാജാവേ. യേശുവേ രാജാവേ, യേശുവേ കർത്താവേ, യേശുവേ രാജാവേ, യേശുവേ കർത്താവേ. ഓ യേശുവേ രാജാവേ, യേശുവേ കർത്താവേ, യേശുവേ രാജാവേ, യേശുവേ കർത്താവേ. രാജാതിരാജൻ, കർത്താതി കർത്താവ്, അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ. Oh, he is the King of kings and the Lord of lords. He is the King of glory. He is the hope of glory. He is our righteousness. He is our peace. He is our life. He is our sanctification. He is the power and the wisdom of God. The power of Christ. Power of Christ manifest. The glory of Christ manifest. Rabashandamana Rabadorabore. Oh, Yarabasante, Mangaragastandoro. Jabanaga Baraga Jalada Lagadala Ori Shadalaptarada Lagade. The Gapramada Gastamo, the Batramade, the Bapamada Gatiana Baptare, Dora Madite, Ragantada.
Revive Europe. Oh, revive Europe. Fire of God upon Europe. Power of God upon Europe. Angels of God. Angels of God upon Europe. यूरोप की सूखा हुआ भूमि पर यीशु की नाम में पवित्र आत्मा की बारिश बहने दे प्रभु जी। कलीसिया के द्वारा देश जागृत होने पाए। Hallelujah. Hallelujah. Oh, rikisabte kabrade basman boros. ये भाषा में अन्य भाषित करता मेरे आराधित करता यीशु में नाम में power of God manifest, fire of God manifest. Rokshapana Baba Base, reviving fire upon Europe. Labra Hasna Rebel, Mokamaraba, Riba Malabo, Rikanaba, Uriba Baba, Unarvine Antarisha. The very atmosphere of Europe is shifted. I declare the atmosphere of revival be filled upon Europe. Atmosphere of revival. जागृति की वातावरण यूरोप पर यीशु की नाम में प्रकट होने पाए। खुर्रा बाबा शब्द बाबा ना glory, 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 oh glory, 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 King of glory, King of glory, King of glory, holy, holy, King of glory, King of glory, King of glory, 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 Yeshua, 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 King of glory, 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 King
glory. Hallelujah. You're the King of glory. Jesus, you're the King of glory. You're the King of glory. You're the King of glory. Hallelujah. 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 अपने हाथ उठाकर എല്ലാവരും കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി ഓ റബബാർത്ത് വിളിച്ചെന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ പാടി അത് സ്വർഗ്ഗത്തിൽ യോഹന്നാൻ കേട്ടത് ഒരു നിശബ്ദതയല്ലായിരുന്നു ഒരു മൂളിച്ചയല്ലായിരുന്നു ഓ റിഫബബ സൗണ്ട് ഓഫ് മെനി വാട്ടേഴ്സ് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ടത് ഹല്ലേലൂയ Baba Shande Kamara Mama. Hey, hallelujah, hallelujah, hallelujah. Hey, Baba Sambramos. Hallelujah. Hallelujah. Hey, Kenny Mabraha, Leva Babrastanabo. Hallelujah. 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 Hey, hallelujah. Hallelujah. Jesus. Hallelujah. Yeshua. Hallelujah. Rebe menaskam ya Prabhu. Hallelujah. Ora baba shakara baba. You are holy. Jesus, you are holy. You are holy. You are holy. Everyone sing together, lifting up your hands. Oh, you are holy. Holy, holy, holy. You are holy. Saints of God, cry out. You are holy. You are holy. You are holy. You are holy. You are holy.
day. You are holy. Hallelujah. 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 Let's sing over Europe. Hallelujah. 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 Hey. Hallelujah. Ora baba sambrebe. Hallelujah. Hallelujah. Revive Europe. Revive Europe. Revive Europe. Again. Revive Europe. Revive Europe. Revive Europe. Again. फिर से जागृति यूरोप में, फिर से जागृति, फिर से जागृति यूरोप में, फिर से जागृति, फिर से जागृति यूरोप में, फिर से जागृति, 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 फिर से जागृति यूरोप में, फिर से जागृति।
ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോടുന്നു. ആരാധിക്കാം യേശു കർത്താവിനെ. നീയൻ സർവനിധി ആയി തീർന്നതാ നീയൻ സർവനിധി ആയി തീർന്നതാ ഞാൻ ഭാഗ്യവാൻ. നീയൻ സർവനിധിയോ ആയി തീർന്നതാ ഞാൻ പൂർണ്ണനാ. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോടുന്നു. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കാം യേശു കർത്താവിനെ. അല്ല, ഈ സീസണിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പം കർത്താവ് പ്രത്യേകിച്ച് ഈ വെസ്റ്റേൺ കൺട്രീസുമായി ബന്ധപ്പെട്ട് കർത്താവ് തന്ന ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, വെസ്റ്റേൺ കൺട്രീസുമായി ബന്ധപ്പെട്ട് കർത്താവ് സംസാരിച്ച അതിപ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കൂടുതലായി റിയലൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ റെവലേഷനെ അതുപോലെ ക്യാരി ചെയ്യുന്ന ഒരു ജനറേഷനെ വേണം വെസ്റ്റേൺ കൺട്രീസിൽ ഇനി എഴുന്നേക്കാൻ. കാരണം ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഈ ഉണർവുകൾ ആരംഭിച്ച എല്ലാ പ്രധാനപ്പെട്ട ഉണർവുകളും നിങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാ പ്രധാനപ്പെട്ട ഉണർവുകളും ആരംഭിച്ചത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. എല്ലാ പ്രധാനപ്പെട്ട ഉണർവുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് വെസ്റ്റേൺ കൺട്രീസിൽ നിന്ന് ആരംഭിച്ച പല മൂവ്മെൻറ്റുകളും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പെൻഡക്കോസ്റ്റിൽ മാത്രമല്ല, പെൻഡക്കോസ്റ്റിൽ അല്ലാതെ നിൽക്കുന്ന പല ഉണർവുകളും ആരംഭിച്ചത് അസാധാരണമായ ഹോളി സ്പിരിറ്റിൻ്റെ മാനിഫെസ്റ്റേഷനിൽ നിന്ന്. അതായത് ടങ്സിൽ സംസാരിക്കുക, അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട് ഓരോ സ്റ്റെപ്പ് മുൻപിലേക്ക് വെക്കുക, വചനത്തിൽ കൃപാവരങ്ങളിൽ, ഇങ്ങനെ അതിശക്തമായ മൂവുകളിലാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ എല്ലാ ഉണർവുകളും സംഭവിച്ചത്. പക്ഷേ വെസ്റ്റേൺ കൺട്രീസിൽ സംഭവിച്ചു പോയ കാര്യം എന്നാന്ന് വെച്ചാൽ, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള റെവലേഷൻ അല്ലെങ്കിൽ ആ റിയലൈസേഷൻ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റപ്പെട്ടില്ല. അതുകൊണ്ട് അന്യഭാഷ, ഇപ്പം ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയാം. ഞാൻ US-ൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഞാൻ കഴിഞ്ഞൊരു 2 months ബിഫോർ ഞാനൊരു ചേർച്ചിൽ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പദം ഇങ്ങനെയാണ്, ഞാൻ താമസിക്കുന്ന ഈ ഷിക്കാഗോയിൽ ഏകദേശം 128 ചർച്ചസ്, ഈ ഇംഗ്ലീഷ് ചർച്ചസ് വിൽക്കാനിട്ടിരിക്കുകയാണ്.
28 ചേർച്ചസ് വിൽക്കാനിട്ടിരിക്കുകയാണെന്ന്. പക്ഷേ ആ ചേർച്ചസ് ഒക്കെ എന്ന് പറയുന്നത് ഭയങ്കര പ്രതീക്ഷയോടെ അവർ തുടങ്ങുകയും ഭയങ്കര മൂവ്. ഷിക്കാഗോയെക്കുറിച്ച് നിങ്ങൾക്കറിയാലോ, ഇവിടുത്തെ പെൻസക്കോള റിവൈവൽ, പിന്നെ അതുപോലെ വാട്ട് യു കോൾ ഫ്ലോറിഡയിലെ റിവൈവൽ, അസൂസ റിവൈവൽ, ഇതെല്ലാം സംഭവിച്ചു എന്നുള്ളത് സത്യം. പക്ഷേ എവിടോ ഏതൊക്കെയോ എങ്ങനെയൊക്കെയോ ഉള്ള മേഖലകളിൽ സംഭവിച്ചു പോയൊരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഡീപ്പറായിട്ടുള്ള റെവലേഷൻ അടുത്ത ജനറേഷനിലേക്ക് കൈമാറ്റപ്പെട്ടില്ല. ഉദാഹരണത്തിന് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇഫ് യു ആർ എക്സ്പെക്ടിങ് ഫോർ എ മൂവ് ഓഫ് ഗാഡ്, യുവർ പാസ്റ്റർ ഇസ് നോട്ട് ഓൺലി എ സിംഗിൾ പേഴ്സൺ ഹു ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ റിവൈവൽ. പാസ്റ്റർ പരിശുദ്ധാത്മപൂർണ്ണനായതുകൊണ്ട് മാത്രം ഒരു റിവൈവൽ വരണമെന്നില്ല. പാസ്റ്ററിന്റെ കൂടെ ആരൊക്കെ ചേർന്ന് നിൽക്കുന്നോ അവരെല്ലാവർക്കും ഹോളി സ്പിരിറ്റിനെ കുറിച്ചുള്ളൊരു ഡീപ്പർ റെവലേഷൻ ഉണ്ടെങ്കിലേ അസാധാരണമായ ഉണർവിലേക്ക് കയറാനൊക്കത്തുള്ളൂ. കാരണം ബിക്കോസ് ജീസസ് സെഡ്, യേശു പറഞ്ഞു, ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ, ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ തരാം. ശ്രദ്ധിക്കണം, ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ, ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ തരാം. കർത്താവ് പറഞ്ഞ്, ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദി എൻഡ് ടൈം ചർച്ച് ഇസ് എ ചർച്ച് ദാറ്റ് ഇസ് ഫിൽഡ് വിത്ത് തേഴ്സ്റ്റി. കൊതിയന്മാരുടെ സഭ അന്ത്യകാലത്തെ സഭ. ഇനിയും വേണം, ഇനിയും പ്രസംഗിക്കണം, ഇനിയും പ്രവചിക്കണം, ഇനിയും ആരാധിക്കണം. കൊതി എവിടെ തീർന്നു പോകുന്നോ അവിടെ ഉണർവ് നിന്നു പോകും. യേശുവിൻ നാമത്തിൽ ഞാൻ നിങ്ങളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി പ്രവചിക്കട്ടെ. കൊതി തീരാത്തൊരു തലമുറ, ആരാധിച്ചിട്ടും ആരാധിച്ചിട്ടും കൊതി തീരാത്തൊരു ജനറേഷനെ കർത്താവ് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്വപ്നങ്ങൾ കണ്ടിട്ടും വെളിപ്പാടുകൾ കണ്ടിട്ടും പ്രവചിച്ചിട്ടും കൃപാവരങ്ങൾ ഉപയോഗിച്ചിട്ടും കൊതി തീരാത്ത, ഹങ്കർ തീരാത്തൊരു നെക്സ്റ്റ് ജനറേഷനെ വാർത്തെടുക്കാൻ ഈ മിനിസ്ട്രിയുടെ മേൽ അസാധാരണമായൊരു കൃപാദാനത്തെ കർത്താവ് പകരാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ശ്രദ്ധിക്കണം, യേശു കർത്താവിന്റെ ശുശ്രൂഷയിലെ അതിപ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. മത്തായി സുവിശേഷം 5-ാമത്തെ അധ്യായം വളരെ പോപ്പുലറായ ഒരു ഭാഗമാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ പ്രത്യേകത ഈ ഗിരിപ്രഭാഷണം, അതായത് യേശു കർത്താവിന്റെ ലൈഫിലെ പബ്ലിക് മിനിസ്ട്രിയിലെ ആദ്യത്തെ സെർമണാണ് സംഭവിക്കുന്നത്. മത്തായി സുവിശേഷം 1-ാമത്തെ അധ്യായത്തിനകത്ത് മാത്യു ചാപ്റ്റർ 1 is talking about the genealogy of Christ Jesus. 2-ാമത്തെ അധ്യായം യേശു കർത്താവിന്റെ ജനനത്തെക്കുറിച്ച് സംസാരിക്കുന്നു. 3-ാമത്തെ അധ്യായം സംസാരിക്കുന്നത് യോഹന്നാൻ സ്നാപകന്റെ ഇൻട്രൊഡക്ഷനെ കുറിച്ചാണ്. 4-ാമത്തെ അധ്യായം സംസാരിക്കുന്നത് യേശു കർത്താവ് മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചാണ്. 5-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വേദ പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്: യേശു കർത്താവിൻ്റെ പബ്ലിക് മിനിസ്ട്രിയിലെ ആദ്യത്തെ സന്ദേശം. ശ്രദ്ധിച്ച് കേൾക്കുക. യേശു കർത്താവിൻ്റെ പബ്ലിക് മിനിസ്ട്രിയിലെ ആദ്യത്തെ സന്ദേശത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയാൻ കാരണം, ആസ് യു ഓൾ നോ, ഈ ലോകത്തിലെ ഒത്തിരി അധികാരസ്ഥന്മാരുണ്ടല്ലോ, ഒത്തിരി പ്രധാനമന്ത്രിമാര്, പ്രസിഡന്റുമാര്, ലീഡേഴ്സ്, ഇവരെല്ലാവരും അധികാരമേൽക്കുന്നതിന് മുൻപ് അവർ ആദ്യം എന്താണ് പറയുന്നത് അതിനെ ഉറ്റുനോക്കുന്നൊരു ലോകമുണ്ട്. രാമൻ പറഞ്ഞ് കർത്താവിനെ ശുദ്ധിച്ചാട്ടെ. ഈ ലോകത്തിൽ, let's say for example, when Donald Trump was getting into the presidency of America, his first speech was so noticeable among the entire earth, because entire media, entire world is looking at what Donald Trump is going to do for the next 5 years. What is his agenda is going to accomplish for the next 5 years. ഇതുപോലെ യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ആദ്യം യേശു കർത്താവ് ശുശ്രൂഷിക്കുമ്പോൾ യേശു കർത്താവ് വളരെ റെലവൻസിയോടെ പറഞ്ഞ പദം, മത്തായി സുവിശേഷം 5-ാമത്തെ അധ്യായം, he went top to the mountain, opened his mouth and started to speak to the crowd. He was approaching to the crowd and he started to speak. യേശു കർത്താവിൻ്റെ ആദ്യത്തെ പ്രസംഗ വിഷയം ശ്രദ്ധിച്ച് കേൾക്കണം. യേശു കർത്താവിൻ്റെ ആദ്യത്തെ പ്രസംഗ വിഷയം നിങ്ങൾ എന്ത് സ്യൂട്ട് ധരിച്ചുകൊണ്ട് ചർച്ചിൽ വരണം എന്നുള്ളതല്ല, നിങ്ങൾ ഏത് കാറ് ഓടിച്ചുകൊണ്ട് ചർച്ചിൽ വരണം എന്നുള്ളതല്ല. The first sermon of Jesus Christ in the mountain was about Holy Spirit. Jesus said, Amen, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. നിങ്ങളത് കേട്ടില്ല. Blessed are the people who are poor in their spirit, for theirs is the kingdom of God. ഇതാണ് യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിലെ ആദ്യത്തെ പദം. ഞാൻ യേശുവിൻ നാമത്തിൽ ഒരു ഭയങ്കര പ്രവചന ശബ്ദം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഈ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോയത് ഈ ആത്മാവിലുള്ള ദാഹമാണ്. ഈ തലമുറയിൽ നഷ്ടപ്പെട്ടു പോയത് ആത്മാവിലുള്ള ദാരിദ്ര്യമാണ്. എവിടെ ആത്മാവിലുള്ള ദാരിദ്ര്യം നഷ്ടപ്പെടുന്നോ അവിടെ സഭകളിൽ നിന്ന് വിശ്വാസികൾ ബാക്കിലേക്ക് സ്ലൈഡ് ചെയ്യും. എവിടെ നിന്റെ ദാഹം കുറയുന്നോ അന്ന് നിന്റെ പ്രാർത്ഥനാ ജീവിതം തണുത്തു പോകും. എവിടെ നിന്റെ ആത്മാവിലുള്ള ദാരിദ്ര്യക്കുറവ് ഉണ്ടാകുന്നോ അന്ന് പ്രവചനത്തെ നീ തുച്ഛീകരിക്കാൻ തുടങ്ങും. കേട്ട വാഗ്ദത്തങ്ങളെ നീ മറക്കാൻ തുടങ്ങും. വിശ്വാസത്തിൽ ക്ഷീണിക്കാൻ തുടങ്ങും. സ്പിരിറ്റ് തലത്തിൽ വീക്കാകാൻ തുടങ്ങും. പക്ഷെ കർത്താവ് എന്നെ കുറിച്ച്
നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഓൾവേസ് ഗിവ് പ്രയോറിറ്റി ടു ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ടു ദ ലിവിംഗ് വേർഡ് ഓഫ് ഗാഡ്. Somebody said hallelujah in the living house of God. അപ്പൊ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അതിപ്രധാനപ്പെട്ട കാര്യം, ഈ കോൺസെപ്റ്റും നിങ്ങളുടെ മനസ്സിനകത്തുണ്ടാകണം. ഞാൻ ചെല്ലുന്നിടത്തെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്. We are at the end time and we are standing at the bridge of something. എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയോ അറ്റത്ത് നമ്മൾ നിൽക്കുകയാണ്. എന്തൊക്കെയോ പ്രാപിക്കാൻ കർത്താവ് എന്തൊക്കെയോ പറഞ്ഞതിൻ്റെ നിവർത്തീകരണത്തിൻ്റെ ആ ബ്രഹ്മിനകത്ത് ഞാൻ നിങ്ങൾ നിൽക്കുകയാണ്. ഈ സമയത്ത് കർത്താവ് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് അസാധാരണമായൊരു ദാഹം. എനിക്കിനിയും വേണം, ഞാൻ ഓടിത്തീർന്നിട്ടില്ല, എനിക്ക് ഓടാനുണ്ട്. എനിക്കറിയത്തില്ല ഞാൻ എന്താ ഇങ്ങനെ പറയുന്നതെന്ന്. ഈ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഇത് ഓടിത്തീർന്നിട്ടില്ല, ഇത് പൊളിഞ്ഞു പോകുന്ന സഭയല്ല, ഇത് മേൽക്കുമേൽ പണിയ. This church should be maintained from beauty to beauty, from glory to glory. In Jesus' name, I prophesy over you, let this ministry enter into beauty to beauty in Jesus' almighty name. Rabaka shakatala brasiante. Hallelujah, hallelujah. ഇനി കർത്താവ് ഏൽപ്പിച്ച ഒരു സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാണ്. I was just telling you an introduction. So ഇനി ഉണർവുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഒറ്റ കാര്യം ചെയ്യണം. അസാധാരണമായൊരു ദാഹം, ആത്മാവിലുള്ളൊരു ഭയങ്കര കൊതി നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ, അടുത്ത തലമുറയുടെ മേൽ സംഭവിക്കണം. ഇനി ഉണ്ടാകാൻ പോകുന്ന ഉണർവിനകത്ത് ഈ കോവിഡ് സീസണിൽ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞൊരു പദം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമുക്ക് കണ്ട ആളുകളൊന്നും ആയിരിക്കത്തില്ല ഇനിയുള്ള ഉണർവിനകത്ത് പ്രയോജനപ്പെടാൻ പോകുന്നത്. ബ്രാൻഡ് നെയിമുകൾ താഴെ പോകുന്ന സീസണാണിത്. ഓർഗനൈസേഷനിൽ ടാക്സുകൾ താഴെ പോകുന്ന സീസണാണിത്. ഈ സീസണിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആത്മാവിൽ കൊതിയോടെ നിന്ന് കരയുന്ന പലരെയും കർത്താവ് ഫ്രണ്ട് റോയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. ഉണർവിന് വേണ്ടി ജനിച്ച കുറച്ച് പേരെ കർത്താവ് പല സ്ഥലങ്ങളിലാക്കിയിട്ടുണ്ട്. അവരെ ഫ്രണ്ടിൽ കൊണ്ടുവരുന്നൊരു സീസണാണിത്. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. കർത്താവ് അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. നിങ്ങളോട് ഞാനിന്ന് സംസാരിക്കാൻ പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ എന്നോട് കർത്താവ് പറഞ്ഞ വചനഭാഗം എന്ന് പറയുന്നത് എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്ന് സംസാരിക്കാനാണ്. എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് വചനം ധ്യാനിക്കാൻ പോകുന്നത്. ദയവായി ഇഫ് യു ഹാവ് ബൈബിൾ, ഞാൻ ഒത്തിരി ലോങ് എടുക്കത്തില്ല. ഐ വിൽ നോട്ട് മേക്ക് യു സിറ്റ് ഫോർ എ ലോങ് ടൈം, ബട്ട് ഐ വാണ്ട് യു ടു ബി മോർ കെയർഫുൾ ആൻഡ് റിസീവ് ദ റെവലേഷൻ. പരിശുദ്ധാത്മാവ് തന്ന റെവലേഷൻ നിങ്ങൾ അതുപോലെ ഗ്രാബ് ചെയ്യണം. ഐ സർട്ടൻലി ബിലീവ് ഒരു അടുത്ത തിരിവ് നിങ്ങളുടെ ഇന്നർ സ്പിരിറ്റിനകത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഓക്കെ, ലെറ്റ്സ് Let's turn our attention to the book of Esther, chapter 2, verse number 8 and 9. എസ്തേറിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 8-9 വചനങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ശ്രദ്ധിക്കാം. എസ്തേറിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 8-9 വചനഭാഗം. രാജാവിൻ്റെ കൽപ്പനയും വിധിയും പരസ്യമായപ്പോൾ അനേകം യുവതികളെ ശേഖരിച്ച് ശൂഷൻ രാജധാനിയിൽ ഹെഗ്ഗായുടെ വിചാരണയിൽ ഏൽപ്പിച്ച കൂട്ടത്തിൽ എസ്തേറിനെയും രാജധാനിയിലെ അന്തഃപുര പാലകനായ ഹെഗ്ഗായുടെ വിചാരണയിൽ കൊണ്ടുവന്നു. ആ യുവതിയെ അവന് ബോധിച്ചു, അവളോട് പക്ഷം തോന്നി. അവൻ അവളുടെ ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കളെയും 7 ബാല്യക്കാരികളെയും അവൾക്ക് വേഗത്തിൽ കൊടുത്തു. അവളെയും അവളുടെ ബാല്യക്കാരികളെയും അന്തഃപുരത്തിലെ ഉത്തമമായ സ്ഥലത്ത് ആക്കി. ഇനി എന്നെ ശ്രദ്ധിച്ചാട്ടെ. I'm going to give you a nutshell about the book of Esther. We are going to give a background, then we'll move on to the word. എസ്തേറിന്റെ പുസ്തകത്തിന്റെ പ്രത്യേകത, വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് രൂത്തിന്റെ പുസ്തകത്തിന് ശേഷം ഒരു സ്ത്രീയുടെ പേരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രൊഫറ്റിക്കൽ, ഞാൻ അങ്ങനെ തന്നെ പറയും, അതിനെ ആ രീതിയിൽ വായിച്ചാൽ ഒരു പത്തിരി. കാരണം ഈ എസ്തേറിന്റെ പുസ്തകം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹിസ്റ്റോറിക്കൽ, the language has been driven in an historical style. എന്ന് പറഞ്ഞാൽ ഒരു ചരിത്ര ലേഖനം, ഒരു ചരിത്ര പുസ്തകം പോലെയാണ് എസ്തേറിൻ്റെ പുസ്തകത്തെ പലരും കാണുന്നതെങ്കിലും ഇതിനകത്ത് ഒത്തിരി വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ എസ്തേറിൻ്റെ പുസ്തകത്തിനകത്ത് ധാരാളം വെളിപ്പാടുകൾ. കാരണം ഈ പഴയ നിയമം നിഴലായി നിൽക്കുമ്പോൾ പുതിയ നിയമവും പഴയ നിയമവും ഒരുമിച്ച് വായിക്കുമ്പോൾ എപ്പോഴും മനസ്സിലാക്കണം,
നിഴലായി നിൽക്കുന്ന പഴയ നിയമത്തെ പൊരുളാക്കി മാറ്റുന്ന ഒരു റീഡിംഗ് സ്റ്റൈൽ, അത് പരിശുദ്ധാത്മാവിന് മാത്രമേ നമുക്ക് തരാൻ പറ്റത്തുള്ളൂ. നമ്മൾ എന്താണോ പഴയ നിയമത്തിൽ വായിക്കുന്നത് അതിനെ കണക്ട് ചെയ്യാൻ, അതിനെ റെവലേഷനുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് കഴിയണം. അതിനകത്താണ് ഭയങ്കര അസാധാരണമായ വെളിപ്പാടുകളിലേക്ക് നാം കയറുന്നതും നമ്മുടെ ഇന്നർ മാനെ ഒത്തിരി ചാർജ് ചെയ്യുന്നതും. ഹല്ലേലൂയ. അപ്പം എസ്തേറിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ വെറും ഒരു ചരിത്ര പുസ്തകമായിട്ട് അതിനെ വായിക്കരുത്. ഇങ്ങനെ രാജാവ് ഉണ്ടായിരുന്നു, കൊട്ടാരം ഉണ്ടായിരുന്നു, അങ്ങനെ ചുമ്മാതെ വായിച്ചു പോകരുത്. വായിക്കുമ്പോൾ അതിനകത്ത് കഥ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സീക്രറ്റിനെ നമ്മൾ പിടിക്കണം. നമ്മൾ ആ സീക്രറ്റിനെ അതുപോലെ ഗ്രാബ് ചെയ്യണം. ഈ എസ്തേറിൻ്റെ പുസ്തകം തുടങ്ങുന്നത് അഹശ്വേരോഷ് രാജാവിൻ്റെ വലിയ രാജധാനിയെ വെൽക്കം ചെയ്തുകൊണ്ടാണ്. അഹശ്വേരോഷ്, there was a big kingdom of ഒരു ഭയങ്കര രാജധാനി, ശൂഷൻ രാജധാനിയാണ് എസ്തേറിൻ്റെ പുസ്തകം നമ്മളെ പരിചയപ്പെടുത്തുന്നത്. എന്നെ വളരെ ശ്രദ്ധിക്കണം, ചില മിനിറ്റുകൾ മാത്രം നിൽക്കത്തുള്ളൂ, അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്ലീസ് ബെയർ വിത്ത് മീ. ഈ ശൂഷൻ രാജധാനി ഇങ്ങനെ പടർന്നു നിൽക്കുമ്പോൾ അവിടെ ഒരു ശക്തനായ രാജാവുണ്ടായി. രാജാവിൻ്റെ പേര് അഹശ്വേരോഷ് രാജാവ്. നമുക്ക് എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാം. അഹശ്വേരോഷ് രാജാവിന് ഒത്തിരി സംസ്ഥാനങ്ങൾ അഹശ്വേരോഷ് രാജാവിൻ്റെ അതോറിറ്റിയിലുണ്ട്. ഏകദേശം 127 പ്രോവിൻസസ് ഭരിക്കുന്ന ഒരു രാജാവാണ് അഹശ്വേരോഷ് രാജാവ് എന്ന് പറയുന്നത്. ഈ അഹശ്വേരോഷ് രാജാവ് തൻ്റെ കിങ്ഡത്തിനകത്ത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ, when he was ministering, when he was reigning in his country, തൻ്റെ രാജ്യത്തിനകത്ത്, തൻ്റെ പ്രൊവിഷ്യക്കകത്ത് താൻ വാണുകൊണ്ടിരിക്കുന്ന സമയത്ത് തനിക്കൊരു ആശയമുണ്ടായി. ഒരു ദിവസം ഒരു ഭയങ്കര വിരുന്നൊരുക്കണമെന്ന് ഒരാശയുണ്ടായി. ഒരു ഭയങ്കര വിരുന്നൊരുക്കണം. ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ആ സിറ്റിയിലെ താനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മന്ത്രിമാരെയും ആ രാജ്യത്തിലെ പല അധികാരസ്ഥന്മാരെയും വിളിച്ചുകൂട്ടി അവർക്കെല്ലാവർക്കും ഒരു വിരുന്ന്, രാജാവിന് ഒരു വിരുന്ന് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായി. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേട്ടാട്ടെ. ഈ രാജാവിനൊരു രാജ്ഞിയുണ്ട്. ദർ ഇസ് എ ക്വീൻ ഫോർ ദിസ് കിങ്. ആ രാജ്ഞിയുടെ പേര് വസ്തി എന്നാണ്. വസ്തിയെ രാജാവിൻ്റെതായ നിലവാരത്തിലുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു. ശൂഷൻ രാജധാനിയിൽ വലിയ ആഹ്ലാദം മുഴങ്ങി, പബ്ലിസിറ്റി ഉണ്ടായി, നോട്ടീസ് കൊടുത്തു. രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെ രാജ്യത്ത് വന്നു നിൽക്കുകയാണ്. പക്ഷേ അവിടെ സംഭവിച്ച കാര്യം, രാജാവിന് മറ്റൊരാഗ്രഹം കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. തൻ്റെ രാജ്ഞിയായ വസ്തിയുടെ സൗന്ദര്യം എനിക്കെല്ലാവരെയും ഒന്ന് കാണിക്കണമെന്നൊരു ആശ ഈ രാജാവിനകത്തുണ്ടായിരുന്നു. There was a desire in the king's heart to show the beauty of the queen. രാജ്ഞിയുടെ സൗന്ദര്യം നാട്ടുകാരെല്ലാം കാണണമെന്നൊരു ഭയങ്കര ആശ രാജാവിനുണ്ടായിരുന്നു. ഇങ്ങനെ ഈ രാജാവ് ആശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉത്തരവ് പുറപ്പെടുവിച്ചു. ടൈം ആയപ്പോൾ വസ്തി എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ ഭാര്യയായ, രാജാവിൻ്റെ രാജ്ഞിയായ വസ്തിക്ക് ആ സെറ്റപ്പിനകത്ത്, അല്ലാതെ ആ വരുന്ന ആ പെർട്ടിക്കുലർ സെറമണിക്കകത്ത് പങ്കെടുത്തില്ല. അതായത് വസ്തി വന്നില്ല. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, 1-ാമത്തെ അധ്യായത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വസ്തി സുമുഖിയായിരുന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. വസ്തി സുമുഖിയായിരുന്നു. ഈ രാജ്ഞിയായ വസ്തി രാജസന്നിധിയിൽ വന്നില്ല എന്ന് കണ്ടപ്പോൾ രാജാവിന് വല്ലാത്ത ദേഷ്യം അകത്ത് തോന്നി. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? രാജാവ് കോപപരവശനായി എന്നാണ് എഴുതിയിരിക്കുന്നത്. കോപപരവശനായി. ഇനി നിങ്ങൾ എൻ്റെ കൂടെ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരണം. ഇങ്ങനെ കോപപരവശനായ രാജാവ് ഉത്തരവ് പുറപ്പെടുവിച്ചു. തൻ്റെ കൂട്ടത്തിലുള്ള അധികാരസ്ഥന്മാരോട്, തൻ്റെ കൂട്ടത്തിലുള്ള കൊളീഗ്സിനോട്, ഫ്രണ്ട്സിനോടെല്ലാം ചോദിച്ചിട്ട് അവരോടൊരു ഡിസ്കഷൻ നടത്തി. എന്നിട്ട് പറഞ്ഞു, രാജ്ഞിയായ വസ്തി വന്നില്ല, അതുകൊണ്ട് എനിക്ക് അവളെ മാറ്റണം, മറ്റൊരാളെ രാജ്ഞി സ്ഥാനത്തേക്ക് എനിക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ മാത്രയിൽ അവരെല്ലാവരും ഒരു സജഷൻ പറഞ്ഞു: രാജാവേ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു വിളംബരം നടത്താം, നമുക്കൊരു അനൗൺസ്മെന്റ് നടത്താം. ഈ പട്ടണവുമായി, ഈ ദേശവുമായി, ഈ രാജ്യവുമായി, രാജാവിൻ്റെ അധികാരത്തിൻ്റെ കീഴിലിരിക്കുന്ന സകലരുമായി ബന്ധപ്പെട്ട് നമുക്കൊരു വിളംബരം പുറപ്പെടുവിക്കാം. മുറ നോക്കി സൗന്ദര്യം സൂക്ഷിക്കുന്ന, നല്ല കാലിബറുള്ള, നല്ല കപ്പാസിറ്റിയുള്ള, അതായത് തന്നെത്താൻ സൂക്ഷിക്കുന്ന ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ താമസിക്കുന്ന യുവതികളെ നമുക്ക് കൂട്ടിവരുത്തിയിട്ട് അവരിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയതിനെ നമുക്ക് സെലക്ട് ചെയ്യാം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാവോ? എൻ്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടോ? നമ്മൾ കയറുന്നതേ ഉള്ളൂ, ശ്രദ്ധിച്ച് കേൾക്കുക. ഹല്ലേലൂയ. അങ്ങനെ 2-ാമത്തെ അധ്യായത്തിനകത്ത് വരുമ്പോൾ നിങ്ങൾക്കൊരു വ്യക്തിയെ കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ രാജാവ് ഇങ്ങനെ വിളംബരം പുറപ്പെടുവിക്കുന്നു. രാജധാനിയിൽ വലിയ ആഘോഷങ്ങൾ ഉണ്ടാകുന്നു.
വലിയ കൗണ്ടറുകൾ വരികയാണ്. കാരണം രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ ഓടി വരികയല്ലേ. ആ സമയത്താണ് അവിടെ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് 2-ാമത്തെ അധ്യായത്തിനകത്ത് കാണാൻ കഴിയുന്ന. അദ്ദേഹത്തിൻ്റെ പേരാണ് മൊർദെഖായി. അദ്ദേഹത്തിൻ്റെ പേരാണ് മൊർദെഖായി. ഈ മൊർദെഖായിയുടെ ഒരു പ്രത്യേകത, മൊർദെഖായി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. രാമൻ പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ച്. മൊർദെഖായി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അന്ത്യകാലത്ത് യേശുവിൻ നാമത്തിൽ, in the name of Jesus I prophesy over you, let Mordecais, let it rise in different nations, in different parts of the world. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും മൊർദെഖായിമാരെ എഴുന്നേൽപ്പിക്കുന്ന സീസണാണിത്. കർത്താവ് അത് ചെയ്യുന്നതിനായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഇങ്ങനെ 2-ാമത്തെ അധ്യായത്തിനകത്ത് വന്നപ്പോൾ ഒരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീയുടെ പേര് എസ്തേർ എന്നാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ആ സ്ത്രീയുടെ പ്രത്യേകത, ആ സ്ത്രീക്ക് അപ്പനും അമ്മയില്ല. ഹല്ലേലൂയ. ആ സ്ത്രീ അനാഥയാണ്. ആ സ്ത്രീക്ക് ആകെ ബന്ധമെന്ന് പറയാൻ, ആ പെങ്കൊച്ചിന് ആകെ ബന്ധമെന്ന് പറയാൻ ഒരു മൊർദെഖായി മാത്രമേ ഉള്ളൂ. ഈ പെങ്കൊച്ചിനെ അവരെന്തിലേക്ക് കൊണ്ടുവന്നറിയാമോ? ഈ സ്ക്രീനിങ് ടെസ്റ്റിലേക്ക് കൊണ്ടുവന്നു. രാജാവിൻ്റെ കിങ്ഡത്തിനകത്തെ ശൂഷൻ രാജധാനിയിലെ സ്ക്രീനിങ്ങിന് കൊണ്ടുവന്നു. ഈ സ്ക്രീനിങ്ങിന് കൊണ്ടുവരുമ്പം രാജാവ് ഒരു കണ്ടീഷൻ വെച്ചു. എൻ്റെ അടുത്ത് ഒരാൾ വരണമെങ്കിൽ താഴെ ഒരു കൗണ്ടറുണ്ട്. ആ കൗണ്ടറിൽ ഒരാൾ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഹെഗായി എന്നാണ്. അദ്ദേഹത്തിൻ്റെ വിചാരണയിൽ ആരൊക്കെ പാസ്സാകുന്നു, പാസ്സാകുന്നവരെ ധൈര്യമായിട്ട് എൻ്റെ അടുക്ക കൊണ്ടുവന്നു. ഒന്നുകൂടെ ഞാൻ പറയാം. രാജാവിൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് ഹെഗായി എന്നൊരാൾ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ വിചാരണയിൽ ആരൊക്കെ പാസ്സാകുന്നു, അണ്ടർ ഹിസ് കൗൺസിൽ ഹൂ ഇസ് ഗോൺ ടു പാസ്, ദേ ആർ ഗോൺ ടു കം ടു ദ പ്രസൻസ് ഓഫ് കിങ്. രാജാവിൻ്റെ സന്നിധിയിൽ വരണമെങ്കിൽ ഹെഗായിയുടെ വിചാരണയിൽ പാസ്സാകണം. ആൾക്കാർ ഇങ്ങനെ വരി വരിയായിട്ട് നിൽക്കുകയാണ്. 2-ാമത്തെ അധ്യായത്തിനകത്ത് വരുമ്പോൾ നാം കാണുകയാണ് 2-ന്റെ 8-ാമത്തെ വാക്യത്തിലോട്ട് വരും. ആ ടൈമിലോട്ട് വരുമ്പം ഇങ്ങനെ ആ ദേശത്തിലെ മുറ നോക്കി സൗന്ദര്യം സൂക്ഷിക്കുന്ന എല്ലാ യുവതിമാരും ഇങ്ങനെ വരിയായിട്ട് വന്ന് നിൽക്കുകയാണ്. അവരെവിടെ വന്ന് നിൽക്കുന്നതല്ലോ അറിയാവോ? രാജാവിൻ്റെ സന്നിധിയിലല്ല, അകമ്പടി നായകൻ്റെ അടുത്തല്ല, മൊർദെഖായിയുടെ അടുത്തുമല്ല. അവർ വന്ന് നിൽക്കുന്നത് ഹെഗായി എന്ന് പറയുന്ന ആളുടെ മുമ്പിലാണ്. അവിടെ 8-ാമത്തെ വചനം എഴുതിയിരിക്കുന്നത് ഞാനൊന്ന് വായിച്ചു തരാം. രാജാവിൻ്റെ കൽപ്പനയും വിധിയും പരസ്യമായപ്പോൾ അനേകം യുവതികളെ ശേഖരിച്ച് ശൂഷൻ രാജധാനിയിൽ ഹെഗായിയുടെ വിചാരണയിൽ ഏൽപ്പിച്ച കൂട്ടത്തിൽ എസ്തേറിനെയും രാജധാനിയിലെ അന്തഃപുര പാലകനായ ഹെഗായിയുടെ വിചാരണയിൽ കൊണ്ടുവന്നു. അപ്പം ഹെഗായി ആരാണ്? ഹെഗായി അന്തഃപുര പാലകനാണ്. ഹെഗായി വിചാരണ നടത്തുന്ന ആളാണ്. ഹെഗായി പാസ്സാക്കാത്തടത്തോളം കാലം, ഹെഗായിക്ക് ബോധ്യപ്പെടാത്തടത്തോളം കാലം രാജസന്നിധിയിൽ പോകാനൊക്കത്തില്ല. മനസ്സിലാകുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. നിങ്ങൾക്ക് കേൾക്കണോ? ഇത് തന്നെയല്ലേ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിനകത്ത് യേശു നമ്മളെ നോക്കി പറഞ്ഞേ, ഞാൻ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായം 10-ാമത്തെ വചനത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിങ്ങൾ മറന്നുപോയോ? അപ്പോസ്തലനായ പൗലോസ് ഒരു പദം പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പരിശുദ്ധാത്മാവിന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ വീണ്ടെടുപ്പ് നാളിനായി നിങ്ങൾ മുദ്രയിടപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവാണ് എസ്തറിന്റെ ടൈമിലെ ഹെഗായി. ഹല്ലേലൂയ. നിനക്ക് ഇത് തന്നെയല്ലേ ഈ കാലഘട്ടത്തിലും സംഭവിക്കുന്നത്? എന്താ ഈ സമയത്ത് സഭയെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന? രാജാതി രാജാവും കർത്താതി കർത്താവും ഒരു ഭയങ്കര വിളംബരം നടത്തുകയാണ്. 2000 വർഷമായി, 2000 years ago, രാജാതി രാജാവും കർത്താതി കർത്താവുമായി യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അതേ കർത്താവിന്റെ രാജഭരണത്തിനകത്ത്, കിങ്ഡത്തിനകത്ത് ധാരാളം സെർവൻസ് ഓഫ് ഗാഡ്, അഭിഷിക്തന്മാർ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് വിളംബരം നടത്തുക. സൗന്ദര്യം സൂക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സൗന്ദര്യം സൂക്ഷിക്കുന്ന ബ്രൈഡ് ഉണ്ടോ? സൗന്ദര്യം സൂക്ഷിക്കുന്ന മണവാട്ടിമാരുണ്ടോ? ജീവിതം സൂക്ഷിക്കുന്ന മണവാട്ടിമാരുണ്ടോ? അങ്ങനെ മണവാട്ടിമാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം നടത്തിത്തരാൻ കാര്യവിചാരകനായ ഹെഗായി, പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവ്, വിചാരകനായ സ്വർഗത്തിൽ സകല അധികാരവും നൽകപ്പെട്ട യേശു ക്രിസ്തുവിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് ഈ തലമുറയിലും എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി നിലനിൽക്കുന്നത് ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്.
2000 വർഷമായി വിളംബരങ്ങൾ സംഭവിക്കുകയാണ്. 2000 വർഷമായി ലോകത്തിന്റെ തെരിക്കോണുകളിൽ, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ അനൗൺസ്മെന്റുകൾ, പ്രസംഗങ്ങൾ, ക്രൂസൈഡുകൾ, കൺവെൻഷനുകൾ, കോൺഫറൻസുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ കല്യാണം നടക്കാൻ പോകുന്നു, ഒരു വലിയ വിരുന്ന് നടക്കാൻ പോകുന്നു. ലോകത്തിന്റെ ലോകത്തിന്റെ മധ്യഭാഗത്ത് തന്നെ ലോകത്തിലെ സകല അധികാരസ്ഥന്മാരും കാണുക. സഭയെ, ചർച്ച് ഓഫ് ഗോഡിനെ എക്സ്പോസ് ചെയ്യുന്ന സീസണിലാണ് ഞാനും നിങ്ങൾ വന്നു നിൽക്കുന്നത്. This is the time for the church to show the beauty in Jesus almighty name. Rabala tharaba zian talabros kabateri albaraba tarbana digarthara. 2000 വർഷമായി ലോകത്തിന്റെ തെരിക്കോണുകളിൽ പാവപ്പെട്ട ദൈവദാസന്മാർ, പ്രവാചകന്മാർ, അപ്പോസ്തലന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഹല്ലേലൂയ, ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശുശ്രൂഷിക്കുകയാണ്. ഒരു ഭയങ്കര കല്യാണം നടക്കാൻ പോകുന്നു. ഒരു ഭയങ്കര ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ഭയങ്കര വിവാഹം നടക്കാൻ വേണ്ടി പോവുകയാണ്. അതിനായിട്ട് യുവതിമാരെ പരിശുദ്ധാത്മാവ് 2000 വർഷമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹെഗ്ഗായി എന്ന വിചാരകൻ വിചാരണയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹെഗ്ഗായി എന്ന വിചാരകൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തർ വരികയാണ്. അവരെ കണ്ടിട്ട് പക്ഷം തോന്നാത്തത് കൊണ്ട് കർത്താവ് അവരെ റിജക്ട് ചെയ്തു. കർത്താവ് അടുത്ത ആളെ റിജക്ട് ചെയ്തു. അങ്ങനെ എസ്തേർ ഹെഗ്ഗായിയുടെ മുമ്പിൽ എത്തിയപ്പോൾ 2-ാമത്തെ അധ്യായം 9-ാമത്തെ വചനത്തിൽ പറയുന്നു, when Esther came in the front of Haggai, ഹെഗ്ഗായിയുടെ മുൻപിൽ എസ്തേർ വന്നു നിന്ന സമയത്ത് അവിടെ എഴുതിയിരിക്കുന്നത്, ഹെഗ്ഗായിക്ക് അവളോട് പക്ഷം തോന്നി. ലാബാറ സീക തലബുറു സൈൻതൽ ബുറൂഷ്ക ഫറാതർ ഫൽഫസ് ഫിനിയ. 9-ാമത്തെ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്നു, അവൻ അവളെ ബോധിച്ചു, അവളോട് പക്ഷം തോന്നി. ഈ പുതിയ നിയമത്തിനകത്ത് ചർച്ചിന്റെ ബ്യൂട്ടി തിളങ്ങി നിൽക്കണമെങ്കിൽ, പുതിയ നിയമത്തിനകത്ത് അന്ത്യകാല ഉണർവിൽ എനിക്ക് നിങ്ങൾക്ക് പ്രയോജനപ്പെടണമെങ്കിൽ, പരിശുദ്ധാത്മാവെന്ന തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ എന്നെയും നിങ്ങളെ ബോധിക്കണം. Until and unless he counters us, we cannot stand in the beauty of the church. This is the time for the end time revival, where God is lifting the church of God to stand in the beauty, to stand in the end time glory realms. Somebody said hallelujah. അന്ത്യകാലത്ത് സഭ നിൽക്കാൻ പോവാണ് തേജസ്സോടെ. നിങ്ങൾ എഴുതി വെച്ചുകൊള്ളുക, ഇതൂത് എഴുതി വെച്ചുകൊള്ളുക. ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഉണർവ് സംഭവിക്കാൻ വേണ്ടി പോകുന്നു. A greater and mightier revival is about to happen in the world where nobody has never seen before. മുമ്പ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഭയങ്കര ഉണർവിനെ കർത്താവ് ഈ തലമുറയിൽ ചെയ്യാൻ പോവുകയാണ്. അതിൽ എന്റെയും നിങ്ങളുടെയും പങ്ക് വലുതാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചാട്. ലുബറൂസ് സറ്റേലെബറൂസ് കബറ്റേരിയ ഓറാ ബാബാ സിയാൻ തലാബറൂസ് കമന്റേരി ഓറം സത്തർ ഫൽഫസ് ഫിനിയ റഷത്തർ ഫെഹേരിയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇനി നിങ്ങൾ എൻ്റെ കൂടെ ശ്രദ്ധിക്കണം. ആ വിചാരണയ്ക്കകത്ത് ഹെഗ്ഗായി അവിടെ ഇരിക്കുമ്പോൾ ഒരാളല്ല അവിടെ വന്നത്. അവിടെ എഴുതിയിരിക്കുന്ന യുവതിമാർ ധാരാളം ആളുകൾ ഹെഗ്ഗായിയുടെ മുമ്പിലേക്ക് പോവാണ്. പക്ഷെ അവരോടെങ്ങും തോന്നാത്തൊരു പക്ഷം, അവരോടെങ്ങും തോന്നാത്ത ഒരു ഇഷ്ടം, ഒരു സ്നേഹം, ഒരു ബോധ്യം ഹെഗ്ഗായിക്ക് എസ്തേറിനോട് തോന്നി. പറയല്ലേ, അവനെ കൊള്ളത്തില്ലെന്ന് പറയല്ലേ, ഡോണ്ട് സേ ദാറ്റ്. കാരണം മറ്റൊന്നുമല്ല. അവിടെ എന്നെ ചിന്തിപ്പിച്ചൊരു ഭയങ്കര പ്രധാനപ്പെട്ടൊരു ഭാഗം, അവിടെ ചിന്തിപ്പിച്ച അതിപ്രധാനപ്പെട്ടൊരു ഭാഗമുണ്ട്. മറ്റൊന്നുമല്ല, എസ്തേർ എന്ന് പറയുന്ന പെങ്കൊച്ചിന് അപ്പനും അമ്മയില്ല. എസ്തേറിനെ വളർത്തിയത് മുഴുവൻ മൊർദെഖായിയാണ് എസ്തേറിനെ വളർത്തി ആ നിലയിലാക്കിയത്. എസ്തേറിന് വേണ്ടി കരഞ്ഞൊരു മൊർദെഖായി ഉണ്ടെന്ന് മറക്കല്ലേ. ദൈവസഭയ്ക്കകത്ത് ഞാനും നിങ്ങളും ഇങ്ങനെ ആകാൻ കരഞ്ഞ ഒത്തിരി മൊർദെഖായിമാർ നമ്മുടെ പുറത്തുണ്ടേ. കൊട്ടാരത്തിലെ AC ഇല്ലാത്ത, ഇപ്പം നിങ്ങൾ UK AC-ക്കകത്തിരിക്കുന്നു, ഞാൻ വെൽ റൂമിനകത്ത് ഭയങ്കര സ്റ്റുഡിയോയ്ക്കകത്തിരിക്കുന്നു. പക്ഷേ അജു ഇങ്ങനെ ആകാൻ, എസ്തേർ അങ്ങനെ ആകാൻ പുറത്ത് നിന്ന് ഇൻസ്ട്രക്ഷൻ കൊടുത്തൊരു മൊർദെഖായി ഉണ്ടെന്ന് മറന്നു പോകരുതേ. നമ്മുടെ എല്ലാ ലൈഫിനകത്തൊരു മൊർദെഖായി ഉണ്ടെന്ന് നിങ്ങൾ മറക്കരുതേ. യങ്സ്റ്റേഴ്സ്, ലെറ്റ് മീ ടെൽ യു, maybe you are sitting in the most
prestigious moment in your life because you have everything. You are living in such a standard. You have such a living of quality in your life. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏറ്റവും മൂല്യമായ അല്ലെങ്കിൽ ഒരു വിരൽ തൊട്ടാൽ മതി എല്ലാം നിങ്ങളുടെ മുൻപിലേക്ക് വരും. സകലതും നിങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി പ്ലാറ്റ്ഫോം ഒരുക്കിയ ഒരു മൊർദെഖായി ഉണ്ടെന്ന് നിങ്ങൾ മറന്നു പോകരുതേ. എസ്തേറേ, നീ മറക്കരുതേ, നിനക്ക് വേണ്ടി പ്ലാറ്റ്ഫോം ഒരുക്കിയ ഒരു മൊർദെഖായി ഉണ്ടെന്ന്. ഞാൻ എപ്പോഴും കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് ഇടപെട്ടൊരു ഭാഗമാണ്, അനേകർക്ക് പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ നിന്നെ ഉപയോഗിക്കും. അങ്ങനൊരു പദം കർത്താവിനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവ് എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ അർത്ഥം നമ്മളൊക്കെ സുനിൽ പാസ്റ്ററിനൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. ഞാനൊന്നും അങ്ങനെയൊന്നും ആയിട്ടില്ല, പക്ഷേ എങ്കിലും ഞാൻ പറയാം, സുനിൽ പാസ്റ്ററിനൊക്കെ നന്നായിട്ട് മനസ്സിലാവുമായിരിക്കും. ഇതിനകത്ത് ധാരാളം അഭിഷിക്തന്മാരുണ്ടല്ലോ. നമ്മളൊക്കെ ആദ്യകാലങ്ങളിൽ ഒത്തിരി സ്ട്രൈവ് ചെയ്തിട്ടുണ്ട് അല്ലേ? അയ്യോ, നിങ്ങളാരും എന്നെ ശ്രദ്ധിക്കുന്നില്ലേ? നമ്മളൊക്കെ ആദ്യകാലങ്ങളിൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടില്ലേ? ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി ഉപവസിച്ചു, ഒത്തിരി ഓടി, ഒത്തിരി അടി കൊണ്ടു, ഒത്തിരി ഇടി കൊണ്ടു, ഒത്തിരി മോശമായത് കേട്ടു. ഇതെല്ലാം കേട്ടോണ്ടല്ലേ നമ്മൾ ശുശ്രൂഷയിൽ ഇറങ്ങിയത്. പക്ഷെ കർത്താവിനോട് പറഞ്ഞ കാര്യം എന്നെ നിങ്ങൾക്ക് കേൾക്കണോ? നിങ്ങളുടെ അടുത്ത തലമുറയുണ്ടല്ലോ, അതൊന്നും ഒരു പരിധി വരെ കേൾക്കേണ്ടി വരത്തില്ല. അവർ ഉറക്കം നിന്ന് എഴുന്നേറ്റ് വരുന്നതേ സ്റ്റേജിലോട്ടായിരിക്കും. ഒരാമയും പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചേ. അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് റെസ്റ്റ് റൂമിലേക്ക് പോയി അവർ ഫ്രഷായി കയറുന്നതേ സ്റ്റേജിലോട്ടായിരിക്കും. കാരണം അന്ത്യകാലത്ത് ഉണർവിൽ ഇനി അധികം സമയമില്ല. നിന്റെ കുഞ്ഞുങ്ങൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ആയിരിക്കുന്ന സീസണിലാണ് ഞാനും നിങ്ങൾ വന്നിരിക്കുന്നത്. അത് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇത് ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം അതിമഹത്തായ ഒരു ടൈമാണ്. ദിസ് ഈസ് എ വെരി പ്രഷ്യസ് ആൻഡ് വാല്യുബിൾ മൊമെന്റ് ഫോർ ദ ചർച്ച് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വൈറ്റലായ സമയത്താണ് നാം നിൽക്കുന്നത്. ഈ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, ദൈവസഭയുടെ സൗന്ദര്യത്തിന്, എസ്തേറിൻ്റെ സൗന്ദര്യത്തിന് വേണ്ടുന്നത് നൽകാൻ ഒരു ഹെഗായിയെ ഉള്ളായിരുന്നു. ഇതുപോലെ ഈ അന്ത്യകാലത്തെ സഭയ്ക്ക് സൗന്ദര്യം നൽകാൻ, അന്ത്യകാല സഭയ്ക്ക് വേണ്ടുന്ന ഹെൽപ്പ് തരാൻ ഒരാൾക്കേ പറ്റത്തുള്ളൂ. അത് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനാണ്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. It is only the Holy Spirit can bless you with the beauty and glory in Jesus almighty name. റൂൽഫ നംബ്ര സത്തർ ഫെഹേരിയ. കർത്താവേ, സൗന്ദര്യം എവിടെയെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവേ, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ എന്നോട് അങ്ങ് ക്ഷമിച്ചേക്കണേ. അവിടെ 2-ാമത്തെ അധ്യായം 9-ാമത്തെ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്, there is a word. അവളുടെ സൗന്ദര്യത്തിന് വേണ്ടുന്നതെല്ലാം എന്ന് പറഞ്ഞാൽ എസ്തേർ ഒരു പാവം വീട്ടിലെ കൊച്ചല്ലേ. അപ്പോൾ എസ്തേറിന് നല്ല ഡ്രസ്സ് കാണത്തില്ലായിരിക്കും. ആ ഡ്രസ്സ് ആമേൻ അതിൻ്റെ ബ്യൂട്ടിക്ക് വേണ്ടുന്ന സകലതും കൊടുത്ത്, എല്ലാം കൊടുത്ത് എസ്തേറിനെ നന്നാക്കിയത്. അതായത് രാജാവിന് ഇഷ്ടപ്പെടുന്നത് പോലെ ശൂഷൻ രാജധാനിയിൽ കൊണ്ട് നിർത്തുമ്പോൾ അഹശ്വേരോസ് രാജാവിന് ഇഷ്ടപ്പെടുന്നത് പോലെ ആക്കുന്ന ഡ്യൂട്ടി ആരുടെയാണെന്നറിയാമോ? മറ്റാരുടെയുമല്ല, അത് ഹെഗായിയുടെയാ. ഞാൻ വിശ്വസിക്കുന്നു, രാജാവിന് ഇഷ്ടപ്പെടുന്നത് പോലെ ഈ അന്ത്യകാലത്ത്, ഈ കോവിഡിൻ്റെ സമയത്തും നെഗറ്റീവായ കാര്യങ്ങൾ അവിടെവിടങ്ങളെ സംഭവിക്കുമ്പോഴും ദൈവസഭയ്ക്ക് യൂറോ അല്ല ആവശ്യമായിട്ടുള്ളത്, സൗണ്ട് സിസ്റ്റം അല്ല ആവശ്യമായിട്ടുള്ളത്. ദൈവസഭയ്ക്ക് ആവശ്യമുള്ള സൗന്ദര്യം നൽകേണ്ടതിന് ഇന്നും റെഡിയായി നിൽക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഒരു ഭാഗം കൂടെ വായിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ എസ്തേറിനെ സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന്. ഈ വാഗ്ദത്തം കൊണ്ട് അമേൻ പിറവി കൊണ്ട്, ബർത്ത് കൊണ്ട് അനേകം ഇസ്രായേലിയർ അവിടെ നിന്നപ്പോൾ അവരെ ആരെയും തൊടാതെ എന്നെയും നിങ്ങളെയും സെലക്ട് ചെയ്ത, എന്നോടും നിങ്ങളോടും എന്തോ ഒരു പക്ഷം തോന്നിയത് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. എന്തോ അജു ബ്രദർ വന്നപ്പം അജു ബ്രദറിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു, സുനിൽ പാസ്റ്റർ വന്നപ്പോൾ സുനിൽ പാസ്റ്ററിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഷിബു ബ്രദർ വന്നപ്പോൾ ഷിബു ബ്രദറിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. കരുണ, പക്ഷം തോന്നി, ഇതിനകത്ത് പിടിച്ചങ്ങിട്ടു. ഹല്ലേലൂയ. ഇങ്ങനെ നിങ്ങളുടെ തലമുറകളെ നോക്കി കർത്താവിന് പക്ഷം തോന്നിയാൽ അന്ത്യകാലത്ത് ഉണർവിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ലെഫ്റ്റ് ഔട്ടായി പോകത്തില്ല. നിങ്ങൾ പറയുന്നതായിരിക്കും ആ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത്. എസ്തേർ പറഞ്ഞതാണ് ആ രാജ്യത്ത് സംഭവിച്ചത്. എസ്തേർ പറഞ്ഞതിന് അപ്പുറത്ത് രാജാവ് പോലും ഒന്നും ചെയ്തില്ല. കാരണം എനിക്ക് ആ വചനഭാഗം ഭയങ്കര ഇഷ്ടമാണ്. എസ്തേറിൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വചനത്തിനകത്ത് രാജാവ് രാജ്ഞിയോട് ചോദിക്കുന്നൊരു പദമുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം.
2-ാം ദിവസവും വീഞ്ഞു വരുന്നതിന്റെ സമയത്ത് രാജാവ് എസ്തേറിനോട്, എസ്തേർ രാജ്ഞിയേ, നിന്റെ അപേക്ഷ എന്ത്? അത് നിനക്ക് ലഭിക്കും. നിന്റെ ആഗ്രഹം എന്ത്? രാജാവ് രാജ്ഞിയോട് ചോദിക്കുക, നിന്റെ ആഗ്രഹം എന്ത്? രാജ്യത്തിൽ പകുതിയോളമായാലും അത് നിവർത്തിച്ചു തരാം എന്ന് പറഞ്ഞു. നിന്റെ ആഗ്രഹം എന്തുവാ? പറ, നീ പറ. രാജാവ് രാജ്ഞിയോട് ചോദിക്കുക, നിന്റെ ആഗ്രഹം എന്തുവാ? നീ പറ. രാജ്യത്തിൻ്റെ പകുതിയോളം ആണെങ്കിൽ ഞാൻ നിനക്ക് തരാമെന്ന് എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം, ഈ ടൈമിൽ ലോകം മുഴുവൻ പ്രയാസം അനുഭവിക്കുമ്പോൾ, ലോകം മുഴുവൻ കഷ്ടത അനുഭവിക്കുമ്പോൾ, ഈ ലോകത്തെ ഈ കഷ്ടത്തിൽ നിന്ന് വിടുവിക്കാൻ ഒരൊറ്റ ഗ്രൂപ്പിനെ കഴിയത്തുള്ളൂ. പ്രാർത്ഥിക്കുന്ന, മുട്ടയിലിരുന്ന് ആരാധിക്കുന്ന ദൈവമക്കൾക്കാണെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവും സഭയോട് ചോദിക്കുന്നു, നിനക്ക് എന്തുവാ വേണ്ടേ? നിന്റെ ഇഷ്ടം എന്തുവാ? നീ ധൈര്യമായിട്ട് ചോദിച്ചോ. രാജ്യത്തിന്റെ പകുതിയായാലും ഞാൻ നിനക്കത് തരാമെന്നാണ് രാജാവ് പറഞ്ഞത്. ഇന്നും 2000 വർഷങ്ങൾക്ക് മുൻപ് ആമേൻ ആമേൻ മുഴങ്ങിയ അതേ ശബ്ദം ഇപ്പോഴും മുടങ്ങുന്നു. ആമേൻ മുഴങ്ങുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവറി ക്രൂശിലെ ക്രൂശീകരണത്തിന് മുൻപ് യേശു കർത്താവിന്റെ ശുശ്രൂഷയിൽ യേശു കർത്താവ് ചോദിച്ച അതേ ചോദ്യം ഇന്നും തെരുക്കോണുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, മുട്ടുവീൻ തുറക്കപ്പെടും. ആമേൻ അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും. നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചു കൊള്ളുക. രാജ്യങ്ങളെ, വംശങ്ങളെ, ജാതികളെ അവകാശമാക്കി തരുന്ന ഒരു സീസണിലാണ് ഞാനും നിങ്ങളും വന്നു നിൽക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു സീസണിലാണ് ഞാനും നിങ്ങൾ വന്ന് നിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചോദിച്ചു കൊള്ളുക, കർത്താവേ UK എനിക്ക് തരണമേ. ചോദിക്കുക, വാതോടന്ന് ചോദിക്കുക. കർത്താവേ ലണ്ടൻ എനിക്ക് തരണമേ, മാഞ്ചസ്റ്റർ എനിക്ക് തരണമേ, ഷിക്കാഗോ എനിക്ക് തരണമേ, കർത്താവേ US എനിക്ക് തരണമേ, ടെക്സസ് എനിക്ക് തരണമേ. ആസ്ക് ലോർഡ്, കം ഓൺ, ഓപ്പൺ യുവർ മൗത്ത്. വാ തുറക്ക്, നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക, ഞാനതിനെ നിറയ്ക്കാമെന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് വെറും കാഴ്ചക്കാരായിരിക്കാനല്ല, പകരം കർത്താവിങ്കിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കുന്നവരാക്കി. മത്തായി സുവിശേഷത്തിൽ യേശു പറഞ്ഞൊരു പദമുണ്ട്, ബലാൽക്കാരികൾ ദൈവരാജ്യം ബലാൽക്കാരന പിടിച്ചടക്കുന്നു, കൈവശമാക്കുന്നു. ബലാൽക്കാരാണ്. എനിക്കത് വേണം, ഐ വോണ്ട് ഇറ്റ്. അങ്ങനെ വാശി പിടിക്കാൻ, നിർബന്ധം പിടിക്കാൻ ഒരു ജനറേഷൻ എഴുന്നേൽക്കുമെങ്കിൽ മാഞ്ചസ്റ്റർ കർത്താവിനാൽ പിടിക്കപ്പെടാൻ പോകുന്നു. ബ്രാഡ്ഫോർഡ് കർത്താവിനാൽ പിടിക്കപ്പെടാൻ പോകുന്നു. ലണ്ടന്റെ തെരുവീതികൾ കർത്താവിനാൽ പിടിക്കപ്പെടാൻ പോകുന്നു. അത് നിന്നിലൂടെ കർത്താവ് ചെയ്യാൻ പോകുന്നു. വായികൾ തുറന്നു പറ, ലോർഡ് ഗിവ് മീ യൂറോപ്പ്, അതർവൈസ് ഐ കനോട്ട് സർവൈവ്. ഇങ്ങനൊരു ബർഡൻ ക്യാരി ചെയ്യുന്ന എസ്തേറുമാരെ അന്ത്യകാലത്തിൽ കർത്താവ് നോക്കുകയാണ്. എസ്തേറിനോട് ചോദിച്ചപ്പം എസ്തേർ പറഞ്ഞത്, എനിക്കൊരു ഭയങ്കര കൊട്ടാരം തരണമെന്നല്ല കേട്ടോ. രാജാവ് അങ്ങനെ ചോദിച്ചപ്പോൾ എസ്തേർ പറഞ്ഞത് എനിക്കൊരു ചർച്ച് ബിൽഡിംഗ് തരണമെന്നല്ല പറഞ്ഞത്. നോ 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 നോ, എസ്തേർ അങ്ങനല്ല പറഞ്ഞത്. എസ്തേർ പറഞ്ഞത് 3-ാമത്തെ വാക്യം, അതിന് എസ്തേർ രാജ്ഞി, രാജാവേ എന്നോട് കൃപയുണ്ടെങ്കിൽ, രാജാവിന് തിരുവുള്ളമുണ്ടെങ്കിൽ എൻ്റെ അപേക്ഷ കേട്ട് എൻ്റെ ജീവനെയും എൻ്റെ ആഗ്രഹമോർത്ത് എൻ്റെ ജനത്തെയും എനിക്ക് നൽകണമേ. എസ്തേർ ചോദിച്ചത്, എനിക്ക് എൻ്റെ ജനത്തെ നൽകണമേ. കമോൺ, വാ തുറന്ന്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം സുനിൽ പാസ്റ്ററിനോട് അതിൻ്റെ ഒരു ചെറിയൊരു ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു കാറ് തരാനോ ഒരു വീട് തരാനോ അല്ലെങ്കിൽ ശ്രേഷ്ഠമേറിയ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ മാന്യത തരാനോ കർത്താവിന് നമ്മളെ യൂറോപ്പിലോ അമേരിക്കയിലോ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എത്ര പേര് ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? കമോൺ, ഹല്ലേലൂയ. ഒരു കാറ് തരാനും ഒരു വീട് തരാനും ഒന്നും നമ്മളെ നാട്ടിൽ നിന്നാലും കാറും കിട്ടും, വീടും കിട്ടും, എല്ലാ ക്രമീകരണങ്ങളും നാട്ടിൽ നിന്നാലും, അല്ലെങ്കിൽ നമ്മൾ ഗൾഫിൽ നിന്നാലും അവിടെ കിട്ടും. നമ്മൾ ഏത് സ്ഥലത്താണോ വളർന്നത് അവിടെ നിന്നാൽ ഈ ലഭ്യമാകുന്ന എല്ലാം അവിടെയും നമുക്ക് ലഭ്യമാകും. പക്ഷേ ഈ രാജ്യത്ത് ദൈവം നമ്മളെ കൊണ്ടുവന്നെങ്കിൽ അതിൻ്റെ പിന്നിലൊരു പർപ്പസ് ഉണ്ട് ദൈവമക്കളെ. എത്ര പേര് അതിന് ആമേൻ പറയും? യെസ്, there is a greater purpose for us to be in here. If God has brought you and me, പരദേശികളായി എന്നെയും നിങ്ങളെയും ആമേൻ ജാതികളുടെ നടുവിൽ, വെള്ളക്കാരുടെ നടുവിൽ കൊണ്ടുവന്നെങ്കിൽ നിശ്ചയമായും നമുക്കോടൊരു വേലയുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. നീ കണ്ടിട്ടില്ലാത്ത പ്ലാറ്റ്ഫോമുകളിൽ നിന്റെ കുഞ്ഞുങ്ങൾ ശുശ്രൂഷിക്കും. നീ സ്നാനപ്പെടുത്തിയിട്ടില്ലാത്തതുപോലെ ഇരട്ടിയുടെ ഇരട്ടി അടുത്ത തലമുറ. ഓ റബ്ബല കബറബ ഷിക്ക തലബ്രോസ് കമന്റേരിയ ജുഡബറ്റേരിയ ലിബരബലബലമ അന്തരം വൽക്കവദനം അടുത്ത തലമുറയെ
കർത്താവ് പിടിക്കാൻ പോകുന്നു. ഇന്നലെ രാത്രിയും കൂടെ പ്രാർത്ഥിക്കുമ്പം എനിക്ക് എൻ്റെ മനസ്സിൽ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. ഞാനിങ്ങനെ ഇന്നലെ രാത്രി ഒരു 2 മണി 1 o'clock ഒക്കെ ആയപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പെട്ടെന്ന് എനിക്കിങ്ങനെ നല്ല ഉറക്കം വന്നിരിക്കുക. നല്ല ഉറക്കം വരുമ്പോഴും പെട്ടെന്ന് 2-3 നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് ഇങ്ങനെ ഓർമ്മിപ്പിച്ചപ്പം ഉറങ്ങാൻ തോന്നിയില്ല. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ചെയ്തതിനെക്കാട്ടിലും അധികം അവർ ചെയ്യാൻ വേണ്ടി പോകുന്നെന്നാണ് എല്ലാ ദൂതുകളും പറയുന്നത്. നമ്മുടെ ജോലി എന്നാന്ന് വെച്ചാൽ പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അവരെ കർത്താവ് ഉപയോഗിക്കാൻ പോകുന്നത്. എത്ര പേര് ആമേൻ പറയും? ഈ ദൂത് എന്നോടാന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എസ്തേറിന് ചുമ്മാതെ രാജകൊട്ടാരത്തിനകത്ത് വരാനൊക്കത്തില്ല. പുറകിൽ അങ്ങ് രാജകൊട്ടാരത്തിൻ്റെ പുറകിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മൊർദെഖായി ഉണ്ട്. രട്ടിലും വെണ്ണീരിലും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മൊർദെഖായി ഉണ്ട്. വസ്ത്രം പോലും നോക്കാതെ, ഉറക്കം പോലും ഇല്ലാതെ, കർത്താവേ രാജ്യത്തെ വിടുവിക്കണമേ, എൻ്റെ ജനത്തെ എനിക്ക് തിരിച്ചു തരണമേ, അവർ കഷ്ടം അനുഭവിക്കുന്നു, അവരെ പ്രയാസപ്പെടുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന മൊർദെഖായി ഉണ്ട്. മറന്നു പോകരുതേ. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നത് ഒരു മൊർദെഖായി ആകാൻ തയ്യാറാണോ? യൂറോപ്പിൻ്റെ മണ്ണിൽ, അമേരിക്കയിൽ ഒരു മൊർദെഖായി ആയിട്ട് നിൽക്കാൻ തയ്യാറാണോ? ഒരു എസ്തേറായിട്ട് നിൽക്കാൻ തയ്യാറാണോ? രാജാവേ, എനിക്ക് ചർച്ച് ബിൽഡിംഗ് അല്ല, എനിക്ക് കാറല്ല വേണ്ടത്, എനിക്ക് ഡോളേഴ്സ് അല്ല വേണ്ടേ. എനിക്ക് വേണ്ടുന്നത് എൻ്റെ ജനത്തെ വിടുവിക്കത്തക്കവണ്ണം, എൻ്റെ രാജ്യത്തെ തിരിച്ചു പിടിക്കത്തക്കവണ്ണം ഒരു കൃപ എൻ്റെ മേൽ പകരണമേ. എത്ര പേര് അങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിക്കും? അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജനം വിടുവിക്കപ്പെടും. എത്ര പേരത് വിശ്വസിക്കുന്നു? നമ്മൾ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും നമ്മുടെ ജനം വിടുവിക്കപ്പെടും. ഞാൻ ഒത്തിരി കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. എല്ലാവരും എന്നോട് സുനിൽ പാസ്റ്റർ ടെസ്റ്റിമണി ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ഇരിക്കുന്നതേ ഒരു ടെസ്റ്റിമണി. അതിനപ്പുറമായിട്ട് ഞാനിങ്ങനെ ഇരിക്കുന്നതേ, ഞാൻ ജീവിക്കുന്നതേ ഒരു ടെസ്റ്റിമണിയാണ്. കർത്താവിൻ്റെ എല്ലാ കൃപകൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. Let me tell you youngsters, you have been blessed with blessed parents. You have been blessed with, നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റീസും കർത്താവ് തന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഒന്നും ആദ്യകാലങ്ങളിൽ, ഞങ്ങളൊന്നും ഞാൻ പറയത്തില്ല, നമ്മുടെ പിതാക്കന്മാരുടെ ഒന്നും ആദ്യകാലങ്ങളിൽ, at the time of our forefathers, they didn't had all these opportunities around them. But now you have all your opportunities across you. You can definitely, ഒരു ഫോൺ എടുത്ത് വാട്സപ്പ് ചെയ്യാൻ നിങ്ങൾക്കൊരു വോയിസ് മെസ്സേജ് ഇടാൻ പാടാണോ? ഒരു വോയിസ് മെസ്സേജ് നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു നോക്ക്. പ്രാർത്ഥിക്കും, ലോർഡ് എൻ്റെ അടുത്തിരിക്കുന്ന രോഹിത്തിനെ നേടാൻ എനിക്ക് കൃപ തരണമേ. ലോർഡ് ഗിവ് മീ ദ അനോയിന്റിങ് ടു ബ്രിങ് മൈ ഫ്രണ്ട് സച്ചിൻ, ടു ബ്രിങ് മൈ ഫ്രണ്ട് മൈക്കിൾ ടു ചർച്ച് ഓഫ് ഗാഡ്. അങ്ങനെ പ്രാർത്ഥിച്ച് നോക്ക്. അങ്ങനെ നീ പ്രാർത്ഥിച്ചാൽ, ഈ അമേരിക്കയുടെ ഉണർവിന് കർത്താവ് ഉപയോഗിച്ചൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ജിമ്മി സ്വാഗട്ട് എന്നാണ്. എത്ര പേര് കേട്ടിട്ടുണ്ട്? ജിമ്മി സ്വാഗട്ട് എന്നൊരു ഭയങ്കര ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ അതിശക്തമായി കർത്താവ് ഉപയോഗിച്ചു. ഭയങ്കര റിവൈവലാണ് അദ്ദേഹത്തിലൂടെ സംഭവിച്ചത്. ഹല്ലേലൂയ. ഭയങ്കര റിവൈവൽ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനെക്കാട്ടിൽ അപ്പുറത്തെ ഒരു ഭയങ്കര റിവൈവലിലാണ് കർത്താവ് ജിമ്മി സ്വാഗട്ടിനെ ഉപയോഗിച്ചത്. അപ്പോൾ ഈ ജിമ്മി സ്വാഗട്ടിനെ ഉപയോഗിച്ച സമയത്ത് ആദ്യം ജിമ്മി സ്വാഗട്ട് പറഞ്ഞു, കർത്താവേ ഞാൻ വായിച്ചിട്ടുള്ളതാണ്. ജിമ്മി സ്വാഗട്ട് വാസ് ആസ്കിങ് ലോർഡ് give me 5, അതായത് അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയിലെ ആദ്യ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കർത്താവേ give me the anointing to earn souls to the kingdom. 5 പേരെ നേടാനുള്ള കൃപ തരണമേ. പിന്നെ അദ്ദേഹം പ്രാർത്ഥിച്ചു 50 പേരെ നേടാൻ. പിന്നെ അദ്ദേഹം പ്രാർത്ഥിച്ചു 5000, 5 ലക്ഷം പേരെയൊക്കെ നേടാനുള്ള കൃപ തരണമേ. Do you want to know? He was one of the popular tele-evangelist in America. അമേരിക്കയിലെ ഏറ്റവും ശക്തനായ, കാരണം ആ കുഞ്ഞു പ്രായത്തിൽ അദ്ദേഹം ചോദിച്ചു, കർത്താവേ എനിക്ക് അമേരിക്കയിൽ തരണമേ, എനിക്ക് 5 ലക്ഷം പേരെ 500,000 ആൾക്കാരെ നേടാനുള്ള കൃപ തരണമേ, അവരുടെ അടുത്ത് ഗോസ്പൽ ഷെയർ ചെയ്യാനുള്ള കൃപ തരണമേ, അതിനുള്ള ഓപ്പർച്യൂണിറ്റി തരണമെന്ന് ജിമ്മി സ്വാഗട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ ടൈമിൽ ആ സമയത്ത് 500,000 ആൾക്കാരെ ഒരുമിച്ച് കൂട്ടാനുള്ള ഫെസിലിറ്റി ഇവിടെ ഇല്ലായിരുന്നു, US ഇല്ലായിരുന്നു. അതിനുശേഷമാണ് വലിയ വലിയ സ്റ്റേഡിയങ്ങളും വലിയ വലിയ കോൺഫറൻസ് മാളുകളും കൺവെൻഷൻ സെൻറ്ററുകളും പുറത്തു വന്നത്. At that time when he was praying, you know what the Lord did? God made him tele-evangelist. ഒരു റൂമിനകത്തിരുന്ന് പ്രസംഗിക്കുമ്പോൾ ഒറ്റ മിനിറ്റ് കൊണ്ട് 5 ലക്ഷം പേര് ഒരുമിച്ച് കേൾക്കും, 6 ലക്ഷം പേര്, 10 ലക്ഷം പേര് ഒരുമിച്ച് കേൾക്കും. How many of you desire for such a move to happen and for this end time revival? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഒരു ക്യാമറയുടെ മുമ്പിൽ നിന്ന് വിസ ഇല്ല, പാസ്പോർട്ട് ഇല്ല,
ഒന്നും വേണ്ട, ഓണറേബിൾ വിസ പോലും വേണ്ട. ഐ എം ജസ്റ്റ് ടോക്കിംഗ് ടു യു സോ ഫ്രീ നാ. If God can do this much, how much more the blessed Holy Spirit can do for the end time revival, for the church of God. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി എത്ര അധികം കർത്താവിന് ചെയ്യാൻ പറ്റും, എത്രയധികം കർത്താവിന് ചെയ്യാൻ പറ്റും. ലുബാറ ഷക്കദർബന അഭിഗർത്തര ലിബനഗസ് കഥോറിബിനിയ. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. കർത്താവേ, ഹെഗായി എന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ സൗന്ദര്യത്തിന് എവിടെയെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. കമോൺ, ഓപ്പൺ മൗത്ത്, ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, അങ്ങേക്ക് ഇഷ്ടപ്പെടുന്ന പോലെ എന്നെ ആക്കണേ. ലോർഡ്, help me to be like who you are. Orabalaka, who, like, I don't want it to be like who I want to be, oh God. I want to be like what you are desiring about me. നീ എന്നെ കുറിച്ച് എങ്ങനെ ആഗ്രഹിക്കുന്നേ അതുപോലെ ആകാൻ എനിക്ക് കൃപ തരണമേ. രാജ്യത്തെങ്കും ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളെക്കാട്ടിലും ശ്രേഷ്ഠർ സുനിൽ പാസ്റ്ററെ, കർത്താവിൻ്റെ ദാസന്മാരെ, there were many qualified and deserved persons rather than me and you. എന്നെക്കാട്ടിലും നിങ്ങളെക്കാട്ടിലും യോഗ്യതയുള്ള കഴിവുള്ള ഒത്തിരി പേര് സൊസൈറ്റിയിലുണ്ട്. ഡിഗ്രി ഉള്ളവരുണ്ട്, ഈവൻ തിയോളജി ഡിഗ്രി ഉള്ളവരുണ്ട്. പക്ഷെ അവരെ ഒന്നും കർത്താവ് ഈ മൂവിനകത്ത്, ഈ ഇൻറ്റിമസി വിത്ത് ദ ഹോളി സ്പിരിറ്റിൻ്റെ റലത്തിനകത്ത് കർത്താവ് കയറ്റിയില്ല. പകരം ഒരു യോഗ്യതയും പറയാനില്ലാത്ത, അപ്പനും അമ്മയും ഇല്ലാത്ത എസ്തേറിനെ പോലെ, മോർദെക്കായി എന്നൊരു ബന്ധു അല്ലാതെ എസ്തേറിന് വേറെ ആരുമില്ല. നാട്ടുംപുറത്തുകാരിയാണെന്നാ നാട്ടുകാർ പറഞ്ഞേ. പക്ഷെ ആ നാട്ടുംപുറത്തുകാരിയെ സകല സൗന്ദര്യവും കൊടുത്ത്, അവൾക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്ത്, ഹെഗായി എന്ന വിചാരകൻ ശൂഷൻ രാജധാനിയിൽ അഹശ്വേരോശ് രാജാവിൻ്റെ മുൻപിൽ പരിപൂർണതയോടെ നിർത്തിയതുപോലെ എന്ത് കുറവുമായിക്കൊള്ളട്ടെ, എൻ്റെ നിങ്ങളുടെ കുറവ് മാറ്റി പരിപൂർണ സൗന്ദര്യം, ഞാൻ പറഞ്ഞ എക്സ്റ്റേണൽ സൗന്ദര്യം, അതും കർത്താവ് തരും കേട്ടോ, ഉറപ്പായിട്ടും കർത്താവ് തരും. അതിനെക്കാട്ടിലെല്ലാം ഉപരി നമ്മുടെ ഇന്നർ മാൻ്റെ ശോഭ വർദ്ധിക്കത്തക്കവണ്ണം കർത്താവിന് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഒന്ന് പ്രാർത്ഥിച്ചേ. രാജാവ് രാജ്ഞിയോട് ചോദിച്ചു. അഹശ്വേരോശ്, the king was asking to the queen Esther, what do you want? നിനക്ക് എന്താ വേണ്ടത്? രാജ്യത്തിൻ്റെ പകുതിയോളമാണെങ്കിലും ഞാൻ നിനക്ക് തരാം. ഉടനെ എസ്തേർ തിരിച്ച് മറുപടി പറഞ്ഞ് എന്താ നിങ്ങൾക്ക് കേൾക്കണോ? എസ്തേർ മറുപടി പറഞ്ഞു, കർത്താവ് രാജാവേ, എന്നോട് കൃപയുണ്ടെങ്കിൽ എൻ്റെ ജീവനെ ഓർത്ത് ഈ രാജ്യത്തെ വിടുവിക്കണമേ, എൻ്റെ കൂട്ടത്തെ വിടുവിക്കണമേ. എത്ര പേർ പ്രാർത്ഥിക്കും, ഭാരതത്തെ വിടുവിക്കണമേ, ഭാരതത്തിലെ ഉണർവിൽ അന്ത്യകാല പങ്കിനെ എനിക്ക് നൽകണമേ. How many of you would open your mouth and ask kingdom for God? Uraba Santeleber, Lord, help me to reach souls for the end time revival. Orabalaba, use me for end time nations, oh God. അന്ത്യകാലത്തിലെ ഉണർവിൽ രാജ്യങ്ങളുടെ ഡെലിവറൻസിനായി കർത്താവേ എന്നെ ഉപയോഗിക്കണേന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? റുബാല